RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഈ ജാമ്യ വ്യവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കവെയാണ് സത്യഭാമയ്ക്ക് ജാമ്യം കോടതി നൽകിയത്. RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ ഹാജരായത്. തിരുവനന്തപുരം നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഹാജരായത്. എന്തായാലും സത്യഭാമയ്ക്ക് ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിൽ പറയുന്നു. അതുപോലെ തന്നെ സമാന കുറ്റകൃത്യം ഇനി ആവർത്തിക്കരുതെന്നും പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും പറയുന്നു. കൂടാതെ 50,000 രൂപയുടെ 2 ആൾ ജാമ്യം തുടങ്ങിയ വ്യവസ്ഥയിന്മേലാണ് സത്യഭാമയ്ക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതിയുടേതാണ് വിധി. രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ ഇപ്പോൾ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥകളോടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്.